വിശ്വാസക്കടലായി കോട്ടമലയുടെ താഴ്വാരം. തലശ്ശേരി അതിരൂപത പ്രഥമ ദിവ്യകാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ച് തോമാപുരത്ത് നടന്ന ദിവ്യകാരുണ്യ പ്രദർശനത്തിലേക്ക് 10,000-കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. സന്യസ്തരും മലയോരത്തെ വിവിധ പള്ളികളിൽ നിന്നുള്ള അൾത്താര ബാലന്മാരും ആദ്യ കുർബാന സ്വീകരിച്ചവരും സദസ്സിന് അലങ്കാരമായി. തുടർന്ന് കുർബാനയും പ്രദക്ഷിണ റാലിയും നടന്നു. രാത്രി 7:30 പ്രത്യേകം തയ്യാറാക്കിയ പേടകത്തിൽ ദിവ്യകാരുണ്യം വഹിച്ച് വൈദികർ കൺവെൻഷൻ ഭൂമിയുടെ നടുവിലൂടെ ചിറ്റാരിക്കാൽ ടൗണിലേക്ക് ഇറങ്ങി. ഇരുവശങ്ങളിലായി തിങ്ങി നിറഞ്ഞ വിശ്വാസികൾ ദിവ്യകാരുണ്യത്തിനടുത്തേക്ക് പ്രാർത്ഥനകളുമായി നീങ്ങി. സെന്റ് തോമസ് സ്കൂളിലെ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നിന്ന് പുറപ്പെട്ട പ്രദക്ഷിണം ടൗൺ ചുറ്റി പന്തലിൽ സമാപിച്ചു. തുടർന്ന് അഭിമന്യ പിതാക്കന്മാരും വൈദികരും ഒരുമിച്ച് ചേർന്ന് വിശ്വാസികളെ ആശീർവദിച്ചു. ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സമാപന ദിവസമായ ഡിസംബർ 14 ശനിയാഴ്ച വോക്സ് ദേയി പഠന ശിബിരം നടന്നു. മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ അധ്യക്ഷനായി. ഫാദർ ഡോക്ടർ ജിജോ നെല്ലിക്കാക്കണ്ടത്തിൽ, ഫാദർ ഡോക്ടർ ശ്രീജോ പാറയ്ക്കൽ എന്നിവർ സെഷന് നേതൃത്വം നൽകി. തലശ്ശേരി അതിരൂപത പ്രഥമ ദിവ്യകാരുണ്യ കോൺഗ്രസിന് തോമാപുരത്ത് പ്രാർത്ഥനാന്തർപരമായ സമാപനം. ഡിസംബർ 14 ശനിയാഴ്ച വൈകിട്ട് നടന്ന ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ 10,000 പങ്കെടുത്തു. അതിന് മുന്നോടിയായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി, മുൻ ആർച്ച് ബിഷപ്പുമാരായ മാർ ജോർജ് വലിയമറ്റം, മാർ ജോർജ് ഞർലക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ അതിരൂപതയിലെ മുഴുവൻ വൈദികരും ചേർന്ന് കുർബാന അർപ്പിച്ചു. തുടർന്ന് വൈദികർ പ്രത്യേക വസ്ത്രങ്ങൾ അണിഞ്ഞ് ദിവ്യകാരുണ്യ പേടകത്തെ ജനമധ്യത്തിലൂടെ ടൗണിലേക്ക് സംവഹിച്ചു. സന്യസ്തരും വിശ്വാസികളും പ്രാർത്ഥനകളുമായി പ്രദർശനത്തിൽ പങ്കുചേർന്നു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി, മോൺസിഞ്ഞോർ മാത്യു ഇളന്തുരുത്തി പടവിൽ എന്നിവർ നേതൃത്വം നൽകി. തലശ്ശേരി അതിരൂപതയിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട ദിവ്യകാരുണ്യ കോൺഗ്രസിൽ 1,00,000-ലധികം വിശ്വാസികളാണ് പങ്കെടുത്തത്. ഇതോടെ അതിരൂപതയിലെ ദിവ്യകാരുണ്യ വർഷാചരണത്തിനും സമാപനമായി.